ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇപ്രകാരമായിരിക്കുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ലൈവായിട്ട് ശ്രദ്ധിക്കുകയും അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിൽ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ് ലേഖനമാണ് നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വാക്യങ്ങളിലേക്ക് നമുക്കൊരിക്കൽ കൂടെ കടന്നു വരാം. എഫേസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വാക്യങ്ങൾ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്ര പ്രധാനപ്പെട്ട 2 വാക്യങ്ങളാണത്. ഇപ്പോൾ നമ്മൾ ആ വാക്യം ചിന്തിക്കാൻ ആരംഭിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയെ സംബന്ധിച്ചുള്ള 4 യാഥാർത്ഥ്യങ്ങളാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 1, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. 2, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസം മൂലമാണ്. 3, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. 4, രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല. ഈ 4 യാഥാർത്ഥ്യങ്ങളാണ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ 3 യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ അതിനകത്ത് 4-ാമത്തെ കാര്യത്തിലേക്ക് പോകുക. 9-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്ന ആ വാക്യം ഇങ്ങനെയാണ്: ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക. പ്രവൃത്തികൾ കാരണമല്ല. എന്തുകൊണ്ട് പ്രവൃത്തികൾ കാരണമല്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഇതാണ്: ആരും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കാനായിട്ട്. നമ്മളത് ചിന്തിക്കും, വിശദമായിട്ട് നമ്മൾ ആ ഭാഗങ്ങൾ ചിന്തിക്കും. ഇപ്പം രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല എന്ന് പൗലോസ് ഇവിടെ യാതൊരു സംശയത്തിനും വക നൽകാതെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. രക്ഷയെക്കുറിച്ച് 2 രീതിയിലാണ് പ്രധാനമായിട്ട് ക്രൈസ്തവ സഭകളുടെ ഇടയിൽ പഠിപ്പിക്കലുള്ളത്. 1, രക്ഷയ്ക്ക് വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തികളും വേണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രം രക്ഷ ലഭിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുന്നതിലൂടെ, പ്രവൃത്തിയിലൂടെ കൂടെയാണ് രക്ഷ എന്നുള്ള ഒരു ചിന്ത പല സഭകളിലുമുണ്ട്. അപ്പോൾ തന്നെ മറ്റു ചില സഭകൾ പഠിപ്പിക്കുന്നത് രക്ഷ വിശ്വാസത്താൽ മാത്രമാണ്, പ്രവൃത്തികൾ അതിന് കാരണമല്ല എന്ന്. ഞാനിതിനകത്ത് ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമെന്ന് പറയുന്നത്, രക്ഷ വിശ്വാസം മൂലമാണ് നമുക്ക് ലഭിക്കുന്നത്, അതിന് പ്രവൃത്തികൾ കാരണമല്ല എന്നാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 9-ാം വാക്യം വളരെ വ്യക്തമായിട്ട് അതാണ് പറയുന്നത്: ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികൾ കാരണമല്ല. ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്ന ആ രക്ഷ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദാനം എന്നുള്ള വിഷയം ചിന്തിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ദാനം നമുക്ക് ലഭിക്കാൻ, ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം നമുക്ക് ലഭിക്കാനായിട്ട് നമ്മൾ അതിന് വില കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അത് സൗജന്യമായിട്ടാണ് ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം അത് നാം എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല ദൈവം നമുക്കത് തരുന്നത്. പിന്നെയോ ദൈവം നമുക്കത് ദാനമായിട്ട്, സൗജന്യമായിട്ട് തരികയാണ് ചെയ്തിരിക്കുന്നത്. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ, ഈ ഒരു ഉപദേശം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ബൈബിൾ ഈ ഉപദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ ചില വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിലൊന്ന് വായിച്ച് ആ ഭാഗങ്ങൾ വിശദമായിട്ടൊന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് റോമാലേഖനത്തിലേക്കൊന്ന് കടന്നു വരാം. റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കണം. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം ആദ്യം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രാഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിക്കുവാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്തെന്ത് പറയുന്നു? അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്ര. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത് അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് അതിൻ്റെ താഴേക്ക് പരിച്ഛേദന, അഗ്രചർമ്മം എന്നുള്ള വിഷയം അപ്പോസ്തലൻ ചർച്ച ചെയ്യുകയാണ്. നമ്മളതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തും. എന്താണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്? 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് വെച്ചാൽ, ജഡപ്രകാരം എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറാ പതിവ്. ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത് അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അബ്രഹാം തൻ്റെ ശരീരത്തിൻ്റെ പ്രയത്നം കൊണ്ട് അവൻ എന്ത് പ്രാപിച്ചു എന്നാണ് ആ ചോദ്യം. തൻ്റെ ശരീരത്തിൻ്റെ പ്രയത്നം കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ശരീരം കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് താൻ എന്തു പ്രാപിച്ചു? പ്രത്യേകിച്ചൊന്നും പ്രാപിച്ചില്ല. അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടാനായിട്ട് നമ്മൾ മുമ്പേ ഒരു ക്ലാസ്സിൽ ചിന്തിച്ചു. അബ്രഹാം സ്വയമായിട്ടൊരു പരിശ്രമം നടത്തി. എങ്ങനെയാണെന്നറിയാമോ? മിസ്രൈമ്യ ദാസിയായ ഹാഗാറിൻ്റെ അടുത്ത് ചെന്ന് അങ്ങനെ അബ്രഹാം സ്വയമായിട്ടൊരു പരിശ്രമം നടത്തി. പക്ഷെ ദൈവം പറഞ്ഞു അതല്ല, അങ്ങനെയല്ല. അവസാനം അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുകയും അവസാനം ആ ഹാഗാറിനെയും അതിലൂടെ അബ്രഹാം നേടിയെടുത്ത ആ കുഞ്ഞിനെയും അവിടുന്ന് ഒഴിവാക്കി കളയേണ്ടതായിട്ട് വരെ വന്നു. അപ്പം അബ്രഹാം ശാരീരികമായിട്ട്, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് അബ്രഹാം എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയില്ല എന്ന് പറയേണ്ടി വരും. എന്നിട്ട് 2-ാം വാക്യത്തിൽ പറയുകയാണ്, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിക്കുവാൻ സംഗതി ഉണ്ട്. അല്ലേ? അബ്രഹാം എന്തെങ്കിലും ചെയ്തിട്ടാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അബ്രഹാമിന് പ്രശംസിക്കാം. എന്ത് പ്രശംസിക്കാം? ദൈവമേ, ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ച് എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നീതീകരണം എനിക്ക് ലഭിച്ചത് എന്ന് അബ്രഹാമിന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അവിടെ പറയുക ദൈവസന്നിധിയിൽ ഇല്ലതാനും. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അബ്രഹാമിനെ പ്രശംസിക്കാനായിട്ട് കഴിയില്ല. കാരണം എന്താ? പ്രവൃത്തി മൂലമല്ല അബ്രഹാം എന്ത് ചെയ്തത്, നീതീകരിക്കപ്പെട്ടത്. എഫേസ് ലേഖനത്തിൽ നമ്മൾ വായിച്ച അതേ വാക്യം, ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികൾ കാരണമല്ല. ഇവിടെയും പറയുന്നു പ്രവൃത്തിയാലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടതെങ്കിൽ അബ്രഹാമിന് ദൈവസന്നിധിയിൽ പ്രശംസിക്കാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് റിയാലിറ്റി, യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും അങ്ങനെ പ്രശംസിക്കാനായിട്ട് കഴിയില്ല എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്നിട്ട് 3-ാം വാക്യത്തിൽ പറയുക, തിരുവെഴുത്തെന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നത്ര. അപ്പം അബ്രഹാമിന് ദൈവം നീതീകരിച്ചത് എന്താണ്? അവൻ
ദൈവത്തെ വിശ്വസിച്ചു എന്നുള്ളതാണ് അവന് നീതിയായിട്ട് കണക്കിടുക എന്ന് വെച്ചാൽ, ദൈവത്തെ അബ്രാഹാം വിശ്വസിച്ചപ്പോൾ അത് അബ്രാഹാമിൻ്റെ അക്കൗണ്ടിൽ നീതിയായിട്ട് ദൈവം എഴുതിയിട്ടു. യു ആർ റൈച്ചിയസ്, നീ നീതിമാനായി തീർന്നു. എപ്പം? നീതിപ്രവൃത്തി ചെയ്തപ്പോഴല്ല, ദൈവത്തെ വിശ്വസിച്ചപ്പോഴാണ് ആ നീതീകരിക്കപ്പെട്ടത് എബ്രഹാം എന്നവിടെ പറയുന്നു, അല്ലേ? തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അബ്രാഹാം നീതിപ്രവൃത്തി ചെയ്തത് കൊണ്ടല്ല അവൻ നീതീകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അബ്രാഹാം നീതിപ്രവൃത്തി ചെയ്തതല്ല അവന് നീതിയായിട്ട് കണക്കിട്ടത്. അവൻ ദൈവത്തെ വിശ്വസിച്ചതാണ് അവനെ നീതിയായിട്ട് കണക്കിട്ടത്. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുക, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടാണ്. നോക്കിക്കേ, നമ്മളെന്തെങ്കിലും പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ഈ രക്ഷ, നീതീകരണം ലഭിക്കുന്നത് എന്നെങ്കിൽ അത് കൃപയല്ല. അതാ പൗലോസോടെ പറയുന്നത്, കൃപയല്ല. എഫേസ് ലേഖനത്തിൽ നമ്മൾ രക്ഷയെക്കുറിച്ച് പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ്, രക്ഷ കൃപയാലാണ്. അപ്പോൾ പ്രവർത്തിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതെന്തല്ല? കൃപയല്ല. കാരണം പ്രവർത്തിച്ച് കിട്ടുന്നതിന് കൃപയുടെ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞിരുന്നു, കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ഒരു കാര്യം നമുക്ക് തരുന്നതിനെയാണ് എന്ത് പറയുക? കൃപ എന്ന് പറയുക. അപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടാണ് നേടിയെടുക്കുന്നതെങ്കിൽ അതിന് കൃപ എന്ന് പറയാനായിട്ട് പറ്റില്ല, അല്ലേ? ഇപ്പം നമ്മൾ നമ്മൾ അധ്വാനിച്ച് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് അതിന് മാർക്ക് കിട്ടുമ്പോൾ അത് കൃപ എന്നല്ല അതിന് പറയുക. അത് ഗ്രേസ് മാർക്കല്ല, അത് കൃപയല്ല. അത് നമുക്ക് അർഹതപ്പെട്ടതാണ്. കാരണം നമ്മൾ അധ്വാനിച്ച് നമ്മൾ നേടിയെടുത്ത മാർക്കാണത്. അത് കൃപയല്ല, അത് നമ്മൾ അധ്വാനിച്ചതിൻ്റെ, നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ്. എന്നാൽ കൃപ എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് യോഗ്യരല്ലെന്ന് പറഞ്ഞാൽ നാം നീതീകരിക്കപ്പെടാനായിട്ട് നമുക്ക് യോഗ്യതയില്ല എന്ന് വെച്ചാൽ, നാം നീതീകരിക്കപ്പെടാനായിട്ട് നമ്മൾ നീതിപ്രവൃത്തികളൊന്നും ചെയ്തത് കൊണ്ടല്ല. നാം എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണ് നീതീകരിക്കപ്പെടുന്നതെങ്കിൽ അത് കൃപയല്ല, അത് കടമാണ് എന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്, അല്ലേ? റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. അപ്പോൾ പ്രവൃത്തിയാലാണ് രക്ഷ എന്ന് പഠിപ്പിച്ചു കഴിയുമ്പോൾ കൃപയാലാണ് രക്ഷ എന്നുള്ളതും അവിടെ മാറ്റിവെക്കേണ്ടി വരും. അതാണ് പ്രശ്നം വരിക. കാരണം കൃപയാലാണെങ്കിൽ പ്രവൃത്തിയാലല്ല. നമ്മൾ താഴേക്ക് വായിക്കും, വേറെ ഭാഗത്ത് നമ്മളത് വായിക്കും, കൃത്യമായിട്ടത് വായിക്കും. പ്രവൃത്തിയാലാണെങ്കിൽ രക്ഷ കൃപയാലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. എന്നിട്ട് 5-ാം വാക്യത്തിൽ പറയുകയാണ്, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അപ്പോൾ അവിടെ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന നോക്കിയേ, അഭക്തനെ നീതീകരിക്കുന്ന ദൈവം. അഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു യോഗ്യതയില്ലാത്തവനാണ്. നീതീകരിക്കപ്പെടാൻ ഒരു യോഗ്യതയുമില്ലാത്തവനവൻ. അവനെ നീതീകരിക്കുന്ന ദൈവം. ആ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനെ അവൻ്റെ വിശ്വാസം നീതിയായിട്ട് എന്ത് ചെയ്യുന്നു? കണക്കിടുന്നു. എന്ന് വെച്ചാൽ എന്താ ഇവിടെ പറയുന്നത്? അവൻ പറയുകയാണ്, ഞാൻ അഭക്തനാണ്, എനിക്ക് എൻ്റെ നീതിപ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്നതൊന്നും നീതിപ്രവൃത്തികളല്ല. നമ്മൾ മുമ്പേ നമ്മുടെ ക്ലാസ്സുകളിൽ ചിന്തിച്ചിട്ടുള്ളതാണ് ഈ കാര്യം. നമ്മൾ എന്ത് ചെയ്താലും അത് നീതിപ്രവൃത്തിയായിട്ട് വരുന്നില്ല. നമ്മൾ ചിന്തിച്ചത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് തുറന്ന് ഏറ്റു പറയാനായിട്ട് പറ്റുന്നത്, ഞാൻ ചെയ്യുന്നത് നീതിപ്രവൃത്തിയല്ല, ഞാൻ അഭക്തനാണ്.
എനിക്ക് നീതീകരിക്കപ്പെടാനായിട്ട് യാതൊരു യോഗ്യതയുമില്ല, യോഗ്യത ഉണ്ടാക്കിയെടുക്കാനായിട്ട് എനിക്ക് കഴിയുകയുമില്ല. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ചെയ്യാവുന്നത്, അഭക്തനെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കുക, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുക നീതീകരിക്കപ്പെടാനായിട്ട്. ഞാൻ സ്വയമായിട്ട് പരിശ്രമിച്ചാൽ എനിക്ക് നീതീകരിക്കപ്പെടാൻ, രക്ഷിക്കപ്പെടാനായിട്ട് കഴിയാത്തത് കൊണ്ട് പുതിയ നിയമം എൻ്റെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന അഭക്തനെ നീതീകരിക്കുന്ന ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുക, അവനിൽ വിശ്വസിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? അവൻ്റെ വിശ്വാസം അവന് നീതിയായിട്ട് കണക്കിടുന്നു, നീതിയായിട്ട് കണക്കിടുന്നു. അവൻ്റെ അക്കൗണ്ടിൽ എഴുതി ചേർക്കുകയാണ്, അവൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അവൻ എന്നിൽ ആശ്രയിച്ചത് കൊണ്ട്. അല്ലെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. അല്ലേ? അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. അതാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം ഒരിക്കലും എന്ത് ചെയ്യില്ല? തള്ളിക്കളയില്ല. നമ്മൾ നീതിക്ക് വേണ്ടി, നീതീകരണത്തിന് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യില്ല? തള്ളിക്കളയില്ല. അവൻ ആശ്രയിക്കുന്നവനെ തള്ളിക്കളയാത്തവനാണ് ദൈവം. അപ്പം നീതീകരണത്തിന് വേണ്ടി നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കുകയാണ്, അവൻ അതിനുവേണ്ടി എന്നെ ആശ്രയിച്ചത് കൊണ്ട് ഞാൻ അവനെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുന്നു. അവൻ അഭക്തനാണെങ്കിലും ഞാൻ അവനെ നീതിമാനായിട്ട് എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുന്നു. ഇതാണ് രക്ഷ, ഇതാണ് നീതീകരണം. ഇത് പ്രവൃത്തിയാലല്ല. എന്നിട്ട് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ അവിടെ പറയുക, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. നോക്കിക്കേ, ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അർഹതയില്ലാത്തത് നമുക്ക് കിട്ടുന്നതാണെന്ത്? ഭാഗ്യമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അധർമ്മം മോചിക്കപ്പെടാനായിട്ട്, നമ്മുടെ പാപം ക്ഷമിച്ച് കിട്ടാൻ, മറച്ച് കിട്ടാനായിട്ട് നമുക്ക് അർഹതയില്ലായിരുന്നു. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? നമ്മുടെ അധർമ്മം മോചിച്ചു, പാപം മറച്ചു. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയും, നമ്മൾ ഭാഗ്യവാന്മാരാണ്, നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇനി 8-ാം വാക്യത്തിൽ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. പാപം ചെയ്യാത്ത മനുഷ്യനെന്നല്ല അവിടെ പറഞ്ഞത്, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ. എന്താ അതിൻ്റെ അർത്ഥം? നാം ചെയ്ത പാപങ്ങൾ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? കണക്കിടുന്നില്ല. അതിൻ്റെ റെക്കോർഡ് കർത്താവ് സൂക്ഷിക്കുന്നില്ല. അതാണ് ഭാഗ്യം. അല്ലേ? സങ്കീർത്തനത്തിൽ 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. അല്ലേ? അപ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ മുമ്പേ ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ ദൈവം, അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് പ്രവർത്തിക്കുന്നില്ല. കാരണം അവൻ നമ്മുടെ പാപം എന്ത് ചെയ്യുന്നില്ല? കണക്കിടുന്നില്ല. ഹല്ലേലൂയ. നാം അഭക്തരായിരുന്നപ്പോൾ, നാം പാപം ചെയ്തപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ നാം ചെയ്ത പാപം, നാം ചെയ്ത നീതികേട് ദൈവം എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ പേരിൽ കുറിച്ചു വയ്ക്കുന്നില്ല, കണക്കിടുന്നില്ല. അതിനു പകരം അവൻ നമ്മുടെ അക്കൗണ്ടിൽ നീതിയാണ് കണക്കിടുന്നത്. എന്തുകൊണ്ട്? ഞാൻ അവനിൽ ആശ്രയിച്ചത് കൊണ്ട്. അവൻ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമായതുകൊണ്ട് നീതീകരണത്തിന് വേണ്ടി ഞാൻ അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിന് അവൻ്റെ സ്വഭാവം ത്യജിക്കാനായിട്ട് കഴിയില്ല പ്രിയപ്പെട്ടവരെ. അപ്പം ഇവിടെ നമ്മൾ റോമാലേഖനം 4:1 മുതൽ 8 വരെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. എന്താണ് നീതീകരണം? രക്ഷ നമ്മുടെ പ്രവൃത്തിയാൽ അല്ല. ഇനി റോമാലേഖനം തന്നെ
11-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഒരു നിമിഷം നോക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാൽ അല്ല, അല്ലെങ്കിൽ കൃപയല്ല. എന്താ? രക്ഷ കൃപയാലാണെങ്കിൽ പ്രവൃത്തിയാൽ അല്ല, പ്രവൃത്തിയാലാണെങ്കിൽ കൃപ അല്ല. ഇതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ ആദ്യത്തെ പ്രസ്താവന രക്ഷ ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് നമ്മൾ സ്ഥാപിച്ചു. അത് കൃപയാലാണെങ്കിൽ അവസാനത്തെ പ്രസ്താവന ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥാപിക്കപ്പെടുന്നതാണ്. കാരണം കൃപയാലാണെങ്കിൽ പ്രവൃത്തിയാൽ അല്ല, പ്രവൃത്തിയാലാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൃപയാൽ അല്ലാതാകും. അപ്പം ഇത് രണ്ടും പരസ്പരം കോംപ്ലിമെൻ്ററി, അത് പരസ്പര പൂരകങ്ങളായത്. ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവായി കഴിഞ്ഞാൽ മറ്റേതും എന്താകും? പോകും. പ്രവൃത്തിയാലാണെന്ന് പറഞ്ഞാൽ കൃപയാലല്ല. അപ്പോൾ ആദ്യം പറഞ്ഞ പ്രസ്താവന മാറ്റേണ്ടി വരും. കൃപയാലല്ലെന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാലാകും. അതാണ് പ്രശ്നം. അപ്പോൾ ആ രക്ഷയെക്കുറിച്ച് പറഞ്ഞ ആദ്യത്തെ പ്രസ്താവനയും 4-ാമത്തെ പ്രസ്താവനയും പരസ്പര പൂരകങ്ങളാണ്, കോംപ്ലിമെൻ്ററി ആണത്. കൃപയാലാണെങ്കിൽ പ്രവൃത്തിയാൽ അല്ല. അത് പിന്നെ പ്രത്യേകം സ്ഥാപിക്കേണ്ട ആവശ്യം ശരിക്കില്ല. കൃപയാലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രവൃത്തിയാലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രവൃത്തിയാലാണെന്ന് പറഞ്ഞാൽ കൃപയാലല്ല എന്നതിൻ്റെ അർത്ഥം. പ്രവൃത്തിയാലാണെങ്കിൽ എനിക്കതിനുള്ള യോഗ്യത വന്നു, എനിക്കതിനുള്ള അർഹത വന്നു. അപ്പോൾ പിന്നെ കൃപയുടെ ആവശ്യമില്ല. കാരണം കൃപയെന്ന് പറയുന്നത് അർഹതയില്ലാത്തവനെയാണ് കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അർഹത ഉണ്ടെങ്കിൽ പിന്നെ അത് കൂലിയാണ്, കൃപയല്ല. നമ്മൾ നേരത്തെ വായിച്ചു, പ്രവർത്തിക്കുന്നവന് കണക്കിടുന്നത് കൂലിയായിട്ടാണ്, കൃപയായിട്ടല്ല. കൃപയാണെങ്കിൽ പ്രവൃത്തിയാൽ അല്ല, അല്ലെങ്കിൽ കൃപയല്ലെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ഒരുമിച്ച് നമുക്ക് നടത്താനായിട്ട് കഴിയില്ല. രക്ഷ കൃപയാലാണ് എന്ന് പറയുകയും അപ്പോൾ തന്നെ രക്ഷ പ്രവൃത്തിയാലാണ് എന്ന് പറയുകയും ചെയ്താൽ ഇത് പരസ്പര വിരുദ്ധമാകും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ രണ്ട് പ്രസ്താവനകളും പരസ്പര വിരുദ്ധമായിട്ട് മാറും. ഇന്ന് പല സഭകൾക്കും പറ്റിയിരിക്കുന്ന കുഴപ്പം അതാണ്. അവർ പറയും രക്ഷ കൃപയാലാണ് എന്നവർ പറയും, എന്നിട്ട് അവർ പറയും വിശ്വാസം മാത്രം പോരാ, കൽപ്പനകൾ അനുസരിക്കുകയും കൂടെ വേണം. പരസ്പര വിരുദ്ധമായി അത്. കാരണം പ്രവൃത്തിയാലാണെങ്കിൽ കൃപ അല്ല. അല്ലേ നമ്മൾ റോമാലേഖനം 11:6 വായിച്ചത്? കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയാലല്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പം നിങ്ങൾ രക്ഷ കൃപയാലാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ പ്രവൃത്തി അതിന് കാരണമല്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് അവിടെ വെളിപ്പെടുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം രക്ഷ കൃപയാലല്ലെന്ന് പറയണം, നിങ്ങളുടെ യോഗ്യത കൊണ്ടാണ് എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ കൽപ്പനകൾ അനുസരിക്കുന്നതിനെ നമുക്ക് ഇതിനകത്തേക്ക് കയറ്റിക്കൊണ്ടുവരാം. ഇത് രണ്ടും കൂടെ നടക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. രക്ഷ കൃപയാലാണെന്ന് ഒരു വശത്ത് പറയുകയും വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും വേണം, കൽപ്പനകൾ അനുസരിക്കുകയും വേണം എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് 99% സഭകളും പഠിപ്പിക്കുന്നത് ഇതാണ്. അവിടെ വിശ്വാസ പ്രമാണത്തിൽ ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ആയിരിക്കും എഴുതി വച്ചിരിക്കുന്നത്, പക്ഷേ അവിടെ സഭയിൽ അവർ പഠിപ്പിക്കുന്നത് ഇതാണ്: വിശ്വസിച്ചാൽ മാത്രം പോരാ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. ഞാൻ പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം നേപ്പാളിൽ ചെന്നപ്പോഴാണെങ്കിലും എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാനാണ് പോയത്. അവിടെ ഗ്രാജുവേഷന് 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഈ മാസം ആദ്യം അവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവർ പോയി. അപ്പോൾ ഗ്രാജുവേഷന് 1 മാസം മുമ്പാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. 1 മാസം മുമ്പ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അവരോട് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, രക്ഷിക്കപ്പെടാനായിട്ടല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും
വിശ്വാസത്താലാണ് എന്ന് മറുപടി പറഞ്ഞില്ല. എല്ലാവരും കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്ലാസ് എടുക്കുന്നത് നേപ്പാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ബൈബിൾ സ്കൂളിലെ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു സാറാണ്. ആ സാറ് എന്നോട് പറഞ്ഞത് പ്രവൃത്തിയാലെന്ന്. നോക്കിക്കേ, ഞാൻ കടന്നുപോയിട്ടുള്ള കേട്ടിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളിലും മിക്കവാറും 99% സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നത് ഇതാണ്: കൃപയാലാണ്, പക്ഷേ വിശ്വാസം മാത്രം പോരാ, നേരെ ചൊവ്വേ ജീവിക്കുകയും വേണം. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൃപയാൽ എന്ന് പറയരുത്. കൃപയാലാണെങ്കിൽ പ്രവൃത്തിയാൽ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ പറയുന്നതല്ല, ബൈബിൾ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നതാ. ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 11:6. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. നോക്കിക്കേ, വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഞാൻ ഈ രീതിയിൽ നമ്മുടെ സഭകളിൽ പഠിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഈ വാക്യം കുറച്ച് ടൈം എടുത്ത് ഞാൻ വിശദീകരിക്കാം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചത്. ചിലപ്പോൾ അടുത്ത ക്ലാസ്സൂടെ, ചിലപ്പോഴെന്നല്ല അടുത്ത ക്ലാസ്സൂടെ നമ്മൾ ഈ വാക്യത്തിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വരും. വേറൊരു ഭാഗത്തൂടെ നമുക്കൊന്ന് പോകണം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്. 26 മുതൽ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. നോക്കൂ, ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം ഇതാണ്: ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എങ്ങനെ? നാം ഈ ഭാഗം ഒരിക്കൽ ചിന്തിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ആ ചിന്തിച്ച ഭാഗങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്നത്, ലോകാഭിപ്രായ പ്രകാരം, ലോകത്തിൻ്റെ രീതിക്ക് നോക്കിയാൽ ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ, കുടുംബമഹിമയുള്ളവർ ഏറെയില്ല. എന്നിട്ട് 27-ാം വാക്യത്തിൽ പറയുക, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ. അപ്പം ഏറെയില്ലെന്നാണ് പറഞ്ഞത്, ഒട്ടുമില്ലെന്ന് പറഞ്ഞില്ല. കുറേ ജ്ഞാനികളൊക്കെ ഉണ്ട്. അവരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്തു? ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവം ഒരിക്കലും ലോകത്തിൽ ജ്ഞാനമല്ല, ജ്ഞാനികളെ അല്ല തിരഞ്ഞെടുത്തത്, ഭോഷന്മാരെയാണ് തിരഞ്ഞെടുത്തത്. ദൈവം ജ്ഞാനികളെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, നമുക്ക് പ്രശംസിക്കാമായിരുന്നു, നമുക്ക് ജ്ഞാനമുള്ളത് കൊണ്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് പ്രശംസിക്കാമായിരുന്നു. പക്ഷെ ദൈവം ഭോഷന്മാരായ നമ്മളെയാണ് തിരഞ്ഞെടുത്തത്. നമുക്ക് ജ്ഞാനത്തിൻ്റെ പേരിൽ പ്രശംസിക്കാനായിട്ട് പറ്റില്ല. ഇനി ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവം നമ്മുടെ കഴിവ് നോക്കിയല്ല തിരഞ്ഞെടുത്തത്. കഴിവ് നോക്കിയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നമുക്ക് ദൈവത്തിന് മുമ്പിൽ പ്രശംസിക്കാമായിരുന്നു. പക്ഷെ കഴിവില്ലാത്തതിനെ തിരഞ്ഞെടുത്തത് കൊണ്ട് നമ്മുടെ കഴിവ് വെച്ച് നമുക്ക് പ്രശംസിക്കാനായിട്ട് കഴിയില്ല. ഇനി ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. എന്തിന്? 29-ാം വാക്യം, ദൈവസന്നിധിയിൽ
ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. എന്താ ദൈവം ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ആരും പ്രശംസിക്കാൻ പറ്റില്ല. എന്ത് പ്രശംസിക്കാൻ പറ്റില്ല? ദൈവമേ, നീ നിന്റെ പുത്രനെ അയച്ചു എന്നുള്ളത് ശരിയാണ്, അവൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ നിത്യജീവൻ പ്രാപിച്ചത് അവൻ്റെ മരണത്താൽ മാത്രമല്ല, ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തത് കൊണ്ടും കൂടെയാണ് എന്ന് പ്രശംസിക്കാൻ ആർക്കും കഴിയില്ല. ഞങ്ങൾ ജ്ഞാനികളായതുകൊണ്ടുകൂടെയാണ്, ഞങ്ങൾ ബലവാന്മാരായതുകൊണ്ടുകൂടെയാണ്, ഞങ്ങൾ കുലീനരായതുകൊണ്ടുകൂടെയാണ്, ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തത് കൊണ്ടാണ്, ഞങ്ങൾ നീതിപ്രവൃത്തികൾ ചെയ്തത് കൊണ്ടുകൂടെയാണ് ഞങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചത്. നിന്റെ പുത്രൻ മരിച്ചതുകൊണ്ട് മാത്രമല്ല, മരിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലെന്ന് നിങ്ങൾ പറയുന്നില്ല, മരിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഞങ്ങളും പലതും ചെയ്തത് കൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത് എന്ന് അവിടെ ചെന്ന് ആർക്കും പ്രശംസിക്കാൻ പറ്റില്ല. പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊക്കെ പറയുന്നത് രക്ഷ എന്നത് കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും ദാനമാണെന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചതാണ്. അതേ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. എന്നിട്ട് പറയുക, നിങ്ങളോ അവനിൽ, ആരിൽ? ദൈവത്തിൽ. അവനാൽ, നിങ്ങളോ അവനാൽ, ആരാൽ? ദൈവത്താൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. നിങ്ങളെവിടെയായിരിക്കുന്നത്? ക്രിസ്തുയേശുവിലിരിക്കുന്നു. ആരാൽ? ദൈവത്താൽ. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് us, നമ്മുടെ എന്തെങ്കിലും കാരണത്താലല്ല, അവനാൽ, അവൻ്റെ കൃപയാൽ. അവനാൽ നാം ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പോലും ആർക്കാണ്? ദൈവത്തിനാണ്. നമുക്ക് ക്രെഡിറ്റ് പറയാനായിട്ട് പറ്റില്ല. അതാണ് അവനാൽ നിങ്ങൾ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. എന്നിട്ട് പറയുക, അവൻ ആര്? ക്രിസ്തുയേശു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ഓ, പ്രൈസ് ഗാഡ്. നമ്മുടെ ജ്ഞാനമാരാണ്? നമ്മുടെ ഈ 1600 ഗ്രാം തലച്ചോറിനകത്തുള്ള അറിവല്ല നമ്മുടെ ജ്ഞാനം. നമ്മുടെ ജ്ഞാനം അത് ക്രിസ്തുവാണ്. കാരണം അവനാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഹീ ഈസ് അവർ നോളജ്. മക്കളെ, ഞാൻ പറയാം, നിങ്ങളെങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞത്? നിങ്ങൾ റിസർച്ച് നടത്തിയിട്ടല്ല, നോ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ല. ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെയാണ് നിങ്ങൾ അറിഞ്ഞത്. നോട്ട് ബിക്കോസ് ഓഫ് യു, ബട്ട് ബിക്കോസ് ഓഫ് ജീസസ്. ദൈവസന്നിധിയിൽ ചെന്നിട്ട്, ദൈവമേ, ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതെന്ന് പറയാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ജീസസ്. യേശുവിലൂടെ മാത്രം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലപ്രവൃത്തി വിളിച്ചു പറഞ്ഞത്, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു എന്നുള്ള ഒറ്റ നാമമേ ഉള്ളൂ. അവൻ നമുക്ക് ജ്ഞാനം, അവൻ നമുക്ക് നീതി. നോക്കൂ, നമ്മുടെ നീതി, നാം നീതീകരിക്കപ്പെട്ടെങ്കിൽ നമ്മുടെ നീതി നമ്മുടെ സ്വയം നീതി അല്ല, അത് ക്രിസ്തുവിൻ്റെ നീതിയാണത്. നമ്മുടെ മേൽ കണക്കിട്ടിരിക്കുന്ന, പ്രിയമുള്ളവരെ, നമ്മുടെ നീതിയല്ല, ക്രിസ്തുവിൻ്റെ നീതിയാണ് നമ്മുടെ മേൽ കണക്കിട്ടിരിക്കുന്നത്. കർത്താവിനെ വെച്ച് അടുത്ത ആഴ്ച നമ്മൾ ആ ഭാഗം കുറച്ചുകൂടെ വിശദമായിട്ട് വചനം വായിച്ച് തന്നെ നമ്മളത് ചിന്തിക്കും. ക്രിസ്തുവിൻ്റെ നീതിയാണ് നമ്മുടെ മേൽ കണക്കിട്ട്. അതുകൊണ്ട് ഞാനത് വിടുക തൽക്കാലം. 3, അവനാണ് നമ്മുടെ ശുദ്ധീകരണം.
നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ചതല്ല. പിന്നെയോ ക്രിസ്തു നമുക്ക് വേണ്ടി ശുദ്ധീകരണമായി തീർന്നു. ക്രിസ്തു നമ്മെ ശുദ്ധീകരിച്ചു എന്നല്ല നമ്മളവിടെ വായിച്ചത്. ഹീ ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. അവൻ നമ്മുടെ ശുദ്ധീകരണം. അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നല്ല, അവൻ നമ്മെ ശുദ്ധീകരിക്കും എന്നല്ല, അവനാണ് നമ്മുടെ ശുദ്ധീകരണം. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ വിശുദ്ധരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ദറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ജീസസ്, നോട്ട് ബിക്കോസ് ഓഫ് യുവർ വർക്ക്സ്. നിങ്ങളുടെ പ്രവൃത്തികൾ കാരണമല്ല, ക്രിസ്തു നിമിത്തം മാത്രമാണ്. ബിക്കോസ് ഹീ ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. അവനാണ് നമ്മുടെ ശുദ്ധീകരണം. അടുത്തത് നമ്മുടെ വീണ്ടെടുപ്പ്. അവൻ, ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു എന്നല്ല, ഹീ ഈസ് അവർ റിഡംഷൻ. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പ്. എന്ന് വെച്ചാൽ ക്രിസ്തു നമുക്ക് ജ്ഞാനം തരികയല്ല ചെയ്തത്, ക്രിസ്തുവാണ് ജ്ഞാനം. ക്രിസ്തു നമ്മെ നീതീകരിക്കുകയല്ല ചെയ്തത്, ക്രിസ്തുവാണ് നീതി. ക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുകയല്ല ചെയ്തത്, ക്രിസ്തുവാണ് ശുദ്ധീകരണം. ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുകയല്ല ചെയ്തത്, ക്രിസ്തുവാണ് വീണ്ടെടുപ്പ്. ഞാൻ പറഞ്ഞത് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് ഹി ഹിംസെൽഫ് ഈസ് അവർ റിഡംഷൻ. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പ്. അവനിലൂടെയാണ് നാം വീണ്ടെടുപ്പ് അനുഭവിക്കുന്നത്. ക്രിസ്തുവേശുവിൽ നാം ഇരിക്കുന്നത് കൊണ്ട്. നോട്ട് ബിക്കോസ് ഓഫ് us, നാം കാരണമല്ല, ബട്ട് ബിക്കോസ് വി ആർ സീറ്റഡ് ഇൻ ക്രൈസ്റ്റ്, നാം ക്രിസ്തുവിലിരിക്കുന്നത് കൊണ്ട്. ഫസ്റ്റിലെ നമ്മൾ പഠിച്ചപ്പോൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ഞാനോട് വിശദീകരിച്ചത് അത് 31 വാക്യത്തിൽ എന്താ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. നമുക്ക് പ്രശംസിക്കാനുള്ളത് കർത്താവിൽ മാത്രം, കർത്താവിൽ മാത്രം, കർത്താവിൽ മാത്രം. വേറൊരിടത്തും പ്രശംസിക്കാനായിട്ട് നമുക്കില്ല. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുക. കർത്താവിനെ വെച്ചാൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യും. നന്നായിട്ടൊന്ന് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അല്പസമയം ഇതിനകത്ത് നിൽക്കുന്നത്. നമ്മൾ അടുത്ത ആഴ്ച ഇത് കണ്ടിന്യൂ ചെയ്യും. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.